നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്ത് 6 മാസത്തെ തുക കുടിശ്ശികയാണ്. പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം 9,600 രൂപ പെൻഷൻ കുടിശ്ശിക വരുന്നത് ഇത് ആദ്യമായാണ്. ഇത്തരത്തിൽ പെൻഷൻ കുടിശ്ശിക ഉണ്ടാകാനുള്ള സാഹചര്യം സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ നൽകാനുള്ള തുക കൃത്യമായി നൽകുന്നില്ല എന്നത് തന്നെയാണ് ധനമന്ത്രിയുടെ പരാതി. കൂടാതെ സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ വലിയ നിയന്ത്രണങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധിക്ക് കാരണമായത്. കേന്ദ്ര സർക്കാർ നൽകാനുള്ള തുക കൃത്യമായി നൽകണമെന്നും അതോടൊപ്പം തന്നെ കടമെടുപ്പ് പരിധിയിൽ ഏർപ്പെടുത്തിയ വലിയ നിയന്ത്രണങ്ങൾ മാറ്റണമെന്നും ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയിൽ സർക്കാർ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേസ് സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ 13,000 കോടിയോളം രൂപ ഉടനെ തന്നെ നൽകാമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേസ് പിൻവലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ 13,000 കോടി രൂപ കേന്ദ്ര സർക്കാർ ഉടനെ തന്നെ സംസ്ഥാന സർക്കാരിന് നൽകുകയോ ചെയ്യുകയാണെങ്കിൽ 3 മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ തുകയായ 4,800 രൂപ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇലക്ഷന് മുൻപ് തന്നെ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണ തീയതി ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.